സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഒരു പ്ലഗിൻസ് ആണ്. ആഫ്റ്റർ എഫക്റ്റിന് പറ്റിയ ഒരു പ്ലഗിൻ ആണ് ഇന്ന് പരിചയപ്പെടാൻ പോണത്. അതായത് ഇപ്പം ഇങ്ങനെയുള്ള ഒരു ഇമേജിനെ നമുക്ക് ഇതുപോലെ അനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് നമുക്ക് അതിലുള്ള ഒബ്ജക്റ്റുകൾക്കൊക്കെ മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലഗിനാണ് ലൂപ്പ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ തന്നെ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മളൊരു ഫോൾഡർ ഓപ്പൺ ആവും. ഇതിൽ നമുക്ക് മാക്കിനും അതുപോലെ തന്നെ വിൻഡോസിനും പറ്റിയതുണ്ട്. സോ ഇപ്പോൾ വിൻഡോസിനാണെങ്കിൽ വിൻഡോസിൻ്റെ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഈ ലൂപ്പ് ഫ്ലോ എന്ന് പറഞ്ഞ ഈ ഒരു ഫയൽ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ലോക്കൽ ഡിസ്ക് സിയിൽ, പ്രോഗ്രാം ഫയൽസിൽ, അഡോബിയിൽ, ആഫ്റ്റർ എഫക്റ്റിൽ, നമുക്ക് സപ്പോർട്ട് ഫയൽസിൽ ഇവിടെ നമുക്ക് പ്ലഗിൻസ് എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ പറ്റും. ഇതിൽ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇപ്പോൾ ഓൾറെഡി ഒരെണ്ണമുണ്ട്. അപ്പോൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഇനി അത് എവിടെ കാണണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്കിപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു വാട്ടർഫോൾ നമുക്കൊരു മൂവ്മെന്റ് കൊടുക്കാം. സോ അതിനിടെ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് എവിടെയൊക്കെയാണോ മൂവ്മെന്റ് കൊടുക്കണേ ആ മൂവ്മെന്റ് കൊടുക്കുന്ന പാർട്ടിന്റെ ലെഫ്റ്റ് റൈറ്റും ബോർഡർ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം. സോ അതിനായിട്ട് നമ്മൾ മാസ്ക് എടുക്കുക. മാസ്ക് എടുക്കാനായിട്ട് പെൻ ടൂൾ എടുത്തിട്ട് ഒന്ന് മാസ്ക് ചെയ്ത് കൊടുക്കുക. മാസ്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ലെയറിലുള്ള ഈ ക്ലിപ്പുമ്മ ക്ലിക്ക് ചെയ്തതിനു ശേഷം മാസ്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെൻ ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഷേപ്പ് ലെയർ ക്രിയേറ്റ് ആവും. സോ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ലെയറുമ്മ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് മാസ്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതിൽ ചെയ്തു. ഇനി ഇപ്പുറത്തെ സൈഡിലും വേണം. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ രണ്ടാമത്തെ മാസ്ക് ആണ് കൊടുക്കേണ്ടത്. ഇത് തന്നെ കണ്ടിന്യൂസ് അല്ല കൊടുക്കേണ്ടത്. സോ അതിനായിട്ട് നമ്മൾ താഴെ നമ്മുടെ ടൈം ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി ലെയറിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയ മാസ്ക് നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ പെൻ ടൂൾ വെച്ചൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൽ നമ്മൾ ലൂപ്പ് ഫ്ലോ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സോ ഏറ്റവും ലാസ്റ്റ് ലൂപ്പ് ഫ്ലോ എന്ന് പറയുക, അത് നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഇമേജിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് വരും. ഇവിടെ മാസ്ക് 1 എന്നുള്ള ഓപ്ഷനിൽ മാസ്ക് 1 നണ്ണ് കിടക്കണം. അത് മാസ്ക് 1 ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ മാസ്ക് 2ൽ നണ്ണ് മാറ്റിയിട്ട് മാസ്ക് 2 ആക്കി കൊടുക്കുക. സോ ഇനി നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ട അവിടെ ഒരു മൂവ്മെന്റ് വന്നിട്ടില്ലേ. പക്ഷെ ഈ സൈഡിലൊക്കെ ഒന്ന് വരാനുണ്ട്. സോ അതിനായിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മാസ്ക് എടുത്തിട്ട് ഈ ഒരു മാസ്ക് നമുക്ക് മൂവ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് അവിടെയൊക്കെ എവിടേക്കൊക്കെയാണോ മൂവ്മെന്റ് വേണ്ടത് അങ്ങനെയൊക്കെ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇതുപോലെയാണ് നമ്മൾ ഈ ലൂപ്പ് ഫ്ലോ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അനിമേറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വാട്ടർ ഫ്ലോ ആണെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ ഒരു മൂവ്മെന്റ് കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പ് ഫ്ലോയുടെ പ്രോപ്പർട്ടീസിൽ ലൂപ്പ് ഫ്ലോ Ctrl+D ഞെക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും പെൻ ടൂൾ എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളൊന്ന് മാസ്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവരാന്ന് വിചാരിച്ചു. ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. സോ അവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാസ്ക് 1 എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ മാസ്ക് 3 ആക്കി കൊടുക്കാം. ഇനി പ്ലേ ചെയ്യുമ്പോൾ താഴെ ഒരു മോശം വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വരണമെങ്കിൽ അങ്ങനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമുക്ക് എടുത്ത് അങ്ങനെ മൂവ്മെന്റ് ഒക്കെ വരുത്തി നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലൂപ്പ് ഫ്ലോ നമ്മുടെ ആഫ്റ്റർ എഫക്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലഗിൻ ആണ്. സോ ഇതിന്റെ ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എഡിറ്റിംഗ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.